ஆண்டி 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 கேசு கூப்பிட. கேசுவை கூப்பிட. என்ன இது ஏதோ பிரச்சனையா? எந்த பிரச்சனை ஆண்டி? ஒன்றும் இல்லை. ஒன்னும் இல்ல, நல்ல இல்ல, ஏதோ இருக்கு. அதனால தானே நீ கூப்பிட வேண்டாம் சொன்ன. ஒன்றும் இல்லை ஆண்டி. என்னடா சொல்ல ஆண்டி, மேடம் மெர்லின் இல்லை, மெர்லின் போயிட்டாடா. எப்படிடா? ஆக்சிடென்டா? അതല്ല, മെർലിൻ യുഎസിൽ പോയിരുന്നു. യുഎസ്കാ? അപ്പൊ നമ്മ കേസ് എപ്പോ പോറാൻ? കേസ് എങ്ങോട്ട് പോണ? യുഎസ്ക്ക്. എന്തിന്? മെർലിൻ അങ്ങ തന്നെ ഇരിക്കാ? എന്റെ പൊന്നെ ആന്റി, കേശുവിനെ അവളെ തേച്ചെന്ന്. അയ്യോ, അപ്പൊ നമ്മ കേസ് എന്നാ ചെയ്യുവാ? ഇനി അവൻ എന്ത് ചെയ്യുന്നേ നമുക്ക് കണ്ടറിയാം. ആന്റി, വേറൊരു പ്രശ്നമുണ്ട്. എന്നടാ? അവൻ ഇച്ചിരി മുമ്പേ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് 120 ഗുളിക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഏത് ടൈപ്പ് ഗുളിക എന്നൊക്കെ ആർക്കറിയാം? ശ്രദ്ധിക്കണം. ഞാൻ ഉണ്ട്. എന്റെ പൊന്നു എന്റെ ഫുഡ് കഴിക്കുന്ന കാര്യം പറയാനാണെങ്കിൽ എനിക്കിപ്പോ വേണ്ട. ഫുഡെല്ലാം ഇല്ലടാ, നീ ഒന്നുമേ സാപ്പിട വേണ്ടാംടാ. പച്ച തണ്ണി കൂടെ കുടിക്ക വേണ്ടാം. ഞാൻ അവിടെ പുറത്ത് ഒന്ന് പോയിട്ട് പുറത്തു പോട്ടാ. നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈ അളിയും ചെയ്തു തരത്തില്ല. നീ പുറത്തു കൊണ്ടാട്ടോ. ഞാൻ ജസ്റ്റ് പുറത്ത് നമ്മുടെ മുറ്റത്ത് വരെ പോവാണെങ്കിലും ആ മരത്തിന്റെ അടി വരെ പോയാൽ മതി. അതിന്റെ അപ്പുറം ക്രോസ് ചെയ്ത് നീ പോകണ്ട. ഞാൻ പൊക്കോളാം എന്തുണ്ടേലും. ഓക്കെ? ആ പിന്നെ അളിയാ, നീ നേരത്തെ ഫോൺ വിളിച്ചപ്പോഴേ ഒരു 120 ഗുളികയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. എന്തിനാ ഈ 120 ഗുളിക? ഞാൻ നേരത്തെ ഫോൺ വിളിച്ചല്ലേ അത്? അത് ഞാൻ കേട്ടായിരുന്നു. എന്തിനാ ഗുളികാന്ന് പറ. അതെന്റെ ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് വയ്യെന്നോ? അല്ലയാ, ഐ മീൻ പുള്ളിക്കാരി സ്ഥിരം ഗുളിക കഴിക്കുന്നതാണ്. ഒരു 3 മാസത്തെ ഗുളിക എന്നോട് മേടിക്കാൻ പറഞ്ഞ് ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറിൽ അത് കിട്ടുള്ളൂ. ഓഹോ, എന്നാലേ ഗുളിക ഞാൻ മേടിച്ചു കൊടുത്തോളാം. നീ പുറത്തു പോകുന്നില്ല. ഓക്കെ? നീ ഒന്നും കഴിക്കുന്നില്ലയോ? എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തെ? എന്റെ അമ്മൂമ്മ, ഞാൻ പട്ടിണി ചത്തോളാം. പ്രശ്നം കഴിഞ്ഞല്ലേ? ഇങ്ങനെയൊക്കെ സംസാരിക്കാവടാ. എതിരാട് കാരണം അളിയാ, സ്വസ്ഥത തരണ്ടേ? ഇവനിതെന്തു പറ്റി? അമ്മ, അവനെ ഒന്നും சொல்ல വേണ്ടാമ്മ. അത് വന്ന് അമ്മുമ്മ, അവന് അടുത്ത് കുറച്ച് എക്സാംസ് വരുന്നു. അപ്പൊ അതിന്റെ ചെറിയ ചെറിയ ടെൻഷൻസിലാണ്. കുറച്ച് ഓക്കെ ആയിക്കോളൂ. ചുമ്മാതല്ല അവൻ ഇങ്ങനെ മോഹാത്സ്യപ്പെട്ട് നടക്കുന്നത്. അവൻ തോറ്റു പോകുമെന്ന് അവൻ അറിയാം. അല്ലെങ്കിലും അവനൊരു ലോക പരാജയം. അമ്മ, അവൻ തോത്തിട്ട അമ്മ. പരീക്ഷ എഴുതുന്നതിന് മുമ്പേ തോറ്റുപോയോ? എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പറയുന്നതാണല്ലോ പ്രശ്നം ഇവിടെ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. തൃപ്തിയായ? എല്ലാത്തിനും തൃപ്തിയായത്? നീ എന്തിനാ അങ്ങോട്ട് പോകണേ? നിന്റെ കെട്ടിയോട് നിൽക്കുന്നുണ്ടാ? എന്റെ പൊന്നു ലച്ചൂസേ, എന്റെ അടുത്ത് തൃപ്തിയാന്ന് വെച്ചിട്ട് എന്താ കാര്യം? വെള്ളം തേച്ചത് എന്നെ അല്ലല്ലോ, അവനെ അല്ലേ. അവനെ കൊണ്ട് കൊള്ളില്ല, ഞാൻ എന്ത് ചെയ്യാനാണ്? നീ എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത്. എന്തൊരു സപ്പോർട്ടായിരുന്നു എല്ലാരും കൂടെ. ആ മെർലി വരുമ്പോ പറയല്ലോ, മെർലി സ്മാർട്ടാണ്, അതാണ് ഇതാണ് മറ്റേതാന്നൊക്കെ. ലച്ചു, ഞാൻ എന്റെ വാക്കിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുക. അവള് നല്ല സ്മാർട്ട് തന്നെ. അതുകൊണ്ടാണല്ലോ കേശുവിനെ തേച്ചിട്ട് യുഎസിലേക്ക് പറഞ്ഞത്. നിനക്ക് തൃപ്തിയായല്ലോ? ഞാൻ എന്ത് ചെയ്ത്? കനക എന്നോട് എല്ലാം പറഞ്ഞു. എന്റെ കൊച്ചിനും മനോവിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്താലേ ഒരുത്തി ഞാൻ വെറുതെ വിടത്തില്ല. അതങ്ങനെ തന്നെ.
എന്നാലേ കൊച്ചിന് മനോവേഷം ഉണ്ടാക്കിയവളെ അങ്ങ് അമേരിക്കയില അങ്ങ് ചെല്ല്. അമേരിക്കയിലോ? ആ അമേരിക്കയില്. അമേരിക്കയിലല്ല, ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും ഞാൻ എന്റെ കൊച്ചിന് വേണ്ടി പോകും. പിറവത്ത് പോയിട്ട് പാഴൂരിലേക്ക് ഓട്ടോ വിളിച്ച് പോകുന്ന പോലെ അല്ല, ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള പരിപാടിയാ. ആയിക്കോട്ടെ, എന്റെ പാഴൂര സ്ഥലത്തിന്റെ ഒരു കോണിക്ക് വിട്ടിട്ടാണെങ്കിലും ഞാൻ പോകും. എന്റെ ഷെയർ വിൽക്കാൻ സമ്മതിക്കൂല. അതിന് നിനക്ക് എവിടെ ഇരിക്കുന്ന ഷെയർ? ആ ബെസ്റ്റ്. ഈ ആളാണ് ലക്ഷങ്ങൾ മുടക്കി അങ്ങ് US-ലോട്ട് പോകാൻ പോകുന്നേ. പോവും. പോവും. എന്റെ ചെറുക്കനെ ഓരോ കുഴി കൊണ്ട് ചാടിക്കുന്നത് നീ ഒറ്റ ഒരുത്തിയാ. ചെറുക്കനെ ആരെങ്കിലും ഒരുത്തിയാ കൊണ്ട് ഇങ്ങോട്ട് വരും. അപ്പോഴത്തേന് അയ്യോ വാ കേറി വാന്ന് പറഞ്ഞിട്ട് ഒരു വലിയ നാത്തും ചമേല. അമ്മൂമ്മേ, ഒന്നാമത് എന്നെ തലയ്ക്ക് പ്രാന്തെടുത്തിരിക്കുകയാണ്. ചിലപ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. ഇത് അടുത്തത് ദേ വരുന്നു. ഇങ്ങോട്ട് നോക്ക് ലച്ചു, വിളിച്ചകത്തോട്ട് കയറ്റിക്കോ. ഞാനിവിടെ നിന്നാലേ ഞാൻ ഇവിടെ നിന്ന് ശരിയാവത്തില്ല, ഞാൻ വല്ലതൊക്കെ പറഞ്ഞു പോകും. വിളിച്ചോ. ലച്ചു, ഇതന്ന് പ്രാങ്ക് ചെയ്ത കൊച്ചല്ലേ? ഓരോന്നൊക്കെ കുറച്ച് സമയത്ത് കേറി വരുവാണ്. ഹായ്. അല്ല ചേച്ചി, സുഖല്ലേ? അത്ര വലിയ സുഖമൊന്നുമില്ല. അതെ, ലച്ചുന് വയ്യാണ്ടിരിക്കാം. ചുമ, കഫക്കെട്ട്, പനിയൊക്കെ ആയിട്ടെ. കുറച്ച് കഴിയുമ്പോ ഓക്കെ. മോളെന്താ ഈ വഴിക്ക്? പുതിയ പ്രാങ്ക് ആയിട്ട് വന്നതാണെങ്കിൽ ഇന്നിവിടെ പ്രാങ്ക് എടുക്കത്തില്ല. ഇവിടെ വേറൊരു പ്രാങ്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏയ് അല്ലല്ല, ഞാനിവിടെ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിന് വേണ്ടി വന്നതാ. ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്യുന്ന കൂട്ട് കഴിഞ്ഞാ? കഴിഞ്ഞു, ചെറിയ പോർഷൻ ഉണ്ടായിരുന്നു. ലച്ചേച്ചി എന്തൊന്നും പറയാത്തെ? ലച്ചു ചേച്ചി പറയാൻ തുടങ്ങിയല്ലേ, മക്കൾ ഈ പരിസരത്തൊന്നും നിക്കൂല. കൊച്ചേ, നമുക്ക് എല്ലാരെയും ഭയങ്കര കാര്യമാണ്. പക്ഷെ നമ്മൾ ആരൊക്കെ സ്നേഹിക്കുന്നോ അവരൊക്കെ നമ്മളെ പറ്റിച്ചിട്ടേ ഉള്ളൂ. ലച്ചൂസേ, ഇങ്ങനാ ഈ സ്നേഹം തോന്നുന്ന ആൾക്കാരോട് ഉള്ളിലുള്ളതൊക്കെ അങ്ങ് പറയും. അങ്ങനെ പറയരുത്. കൊച്ചി, സ്നേഹം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. അല്ലാതെ നമ്മൾ പുറത്തേക്ക് വെച്ചിരുമ്പോ ഹായ് ചേച്ചി, ഹായ് ചേട്ടാ, സുഖല്ലേ, ചങ്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കേട്ടാ. ഈശ്വരനെ വിളിക്കാം. അളേ, എവിടാ? റൂമിനകത്തിരിക്കുന്നു. പുറത്തേക്ക് വാ. അന്ന് പ്രാങ്ക് ചെയ്ത കുട്ടി നിന്നെ കാണാൻ വന്നേക്കുന്നു. ഓടി വാ. മീനു, ഹായ് യേശു. എന്താടാ വല്ലാണ്ടിരിക്കണേ? സാധാരണ നല്ല ഹാപ്പി ആയിട്ടാണല്ലോ നടക്കാറ്, എന്ത് പറ്റി? മറ്റുള്ളവരെ കണ്ണീര് കുടിപ്പിക്കുമ്പോ ആലോചിക്കണം, ഒരു ദിവസം സ്വയം കണ്ണീര് കുടിക്കേണ്ട വരുമെന്ന്. എന്തോ ലച്ചു, ഇത് സാഹചര്യം അനുസരിച്ച് സംസാരിക്കാൻ പഠിക്കും. അല്ല, ഞാൻ ഷൂട്ട് കഴിഞ്ഞപ്പോ ജസ്റ്റ് കേശുവിനെ കാണാൻ വേണ്ടി വന്നതാ. എന്തെങ്കിലും ഫാമിലി പ്രോബ്ലം ആണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പോയിട്ട് പിന്നെ വരാം. എന്റെ കൊച്ചേ, നമുക്ക് ആരോടും ഒരു ദേഷ്യമില്ല. ആരെങ്കിലും ഈ കുടുംബത്തോട്ട് കേറി വരുന്നത് സന്തോഷം തന്നെയാണ്. പക്ഷെ നമ്മൾ ആരെയും ചതിച്ചിട്ടുമില്ല, വഞ്ചിച്ചിട്ടുമില്ല. അല്ല, ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്, ശരിക്കും എന്താ പ്രശ്നം? പ്രശ്നമായിട്ടൊന്നുമില്ല. നിന്റെ ഫ്രണ്ട് മെർലിൻ ഇല്ലേ? ആ, മെർലിൻ. അവള് US-ലേക്ക് പോയി. മെർലിന് US-ലൊക്കെ പോയി ഏതെങ്കിലും ഒരു സായിപ്പിനെയൊക്കെ കണ്ടുപിടിച്ച് കല്യാണമൊക്കെ കഴിച്ച് ഇനി അവിടെ ആയിരിക്കും ആ കൊച്ചിന്റെ ഫ്യൂച്ചർ. ഇവിടെ ഒരുത്തൻ ഒരു കാര്യത്തില് ഒരു സീരിയസ്നെസ് ഇല്ലാതെ നടക്കുന്നു. ചേച്ചി, കേശു പാവല്ല, മണ്ടറ.